ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മുതൽ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് റിലീസായിട്ടുള്ളത് ഒൺലി വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ്വാനീസ് ബിയറാണ് കാണാൻ പോകുന്നത്. ഈ ഒരു സീരീസ് മൊത്തത്തിൽ ഞാനും കണ്ടിട്ടില്ല, ജസ്റ്റ് സ്റ്റോറി ലൈൻ അവിടെ വെച്ചറിയാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രോ തരാനായിട്ട് എനിക്കറിയില്ല. സോ നമുക്ക് ഡയറക്റ്റ് സീരീസിലേക്ക് കടക്കാം. സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഈ സീരീസിൻ്റെ ഹീറോസായ ഷെങ് വാങ്ങിനെയും ജിയാങ് ടിയാനെയാണ് കാണിക്കുന്നത്. ഷോർട്ടായിട്ട് ഷെങ് എന്നും ടിയാൻ എന്നും ഞാൻ വിളിക്കുവാണ്. സോ എന്നിട്ട് ഷെങ്ങിൻ്റെ ഒരു വോയിസ് ഓവറാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഈ ലോകത്തിൽ 7 ബില്യണിലധികം ആളുകളുണ്ട്. നിങ്ങളുടെ ജീവിത കാലയളവ് 80 വയസ്സ് വരെ ആണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ 292 മില്യൺ ആളുകളെയോളം കാണും. ഒരു ദിവസം 1000-ൽ കൂടുതൽ ആളുകളെയും കാണും. ഇതും പറഞ്ഞുകൊണ്ട് സീരീസിൻ്റെ കഥയിലേക്ക് കടക്കാണ്. രാവിലെ തന്നെ ടിയാൻ റെഡിയായി സ്കൂളിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ആ സമയം ഷെന്നിൻ്റെ വോയിസ് ഓവർ കേൾപ്പിക്കുകയാണ്. അതിൽ ഷെങ് ഈ ലോകത്ത് 2 പേർ തമ്മിൽ കാണാനുള്ള പ്രോബബിലിറ്റി 0.4% മാത്രമാണ്. 2 പേര് സ്നേഹത്തിലാണ്, ഒന്നിക്കേണ്ടവരാണെങ്കിൽ പോലും അവർ തമ്മിൽ കാണാനുള്ള പ്രോബബിലിറ്റി 0.7% മാത്രമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഷെന്നിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കാറിൽ താംസൂവിലേക്ക് പോവാണ്. താംസൂവിലാണ് ടിയാൻ താമസിക്കുന്നത്. നമ്മുടെ ഷെന്നും മുമ്പ് താമസിച്ചിരുന്നത് താംസൂവിലായിരുന്നു. ഷെന്നിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ താംസൂവിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഇപ്പോഴാണ് അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. ഷെന്നിൻ്റെ ഓർമ്മയിൽ താംസു എന്ന സ്ഥലം വളരെ ചൂടാണെന്നും ആ സമയത്തൊക്കെ അവൻ്റെ അമ്മ അവന് മിൻറ്റ് ലെമണേഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഓർമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഷെന്ന് താമസൂവിൽ പഠിക്കാൻ ജോയിൻ ചെയ്ത സ്കൂളിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ എത്തിയപ്പോൾ അവനെ കൊണ്ടുവന്ന അവൻ്റെ അങ്കിളിനോട് അങ്കിൾ പൊക്കോ, രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഷെന്ന് സ്കൂളിൻ്റെ അകത്തേക്ക് ചെല്ലാണ്. ഇതേ സമയം ഷെൻ പുതിയ സ്റ്റുഡൻ്റായി ജോയിൻ ചെയ്യുന്ന കാര്യം ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അറിഞ്ഞിട്ട് ഓടി ചെന്ന് ക്ലാസ് റൂമിൽ ചെന്ന ശേഷം എല്ലാവരോടുമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഒരു പുതിയ സ്റ്റുഡൻറ്റ് വരുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം ഇത് കേട്ട് അവിടെ നിന്നൊരു പെൺകുട്ടി ആ പയ്യനോട് നീ സത്യമാണോ പറയുന്നത്? നമ്മുടെ ക്ലാസ്സിൽ അത്ര എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് മിക്ക സബ്ജക്റ്റിൻ്റെയും അഡ്വാൻസ് ക്ലാസ്സസ് അല്ലേ ഉള്ളതെന്ന് പറയാണ്. ആ പെൺകുട്ടി എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടേത് ക്ലാസ് എ ആണ്, അതായത് ടോപ്പ് സ്റ്റുഡൻസ് പഠിക്കുന്ന ക്ലാസ്സാണ് ഇത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന സബ്ജക്റ്റിൽ അഡ്വാൻസ് ആയിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സസ് ആണുള്ളത്. ഐ മീൻ കുറച്ച് സ്റ്റാൻഡേർഡ് ലെവൽ, ആ ഒരു ലെവലിൽ വരുന്ന ക്ലാസ്സസും സ്റ്റഡീസും ആണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു എ ക്ലാസ്സിൽ അത്ര ടോപ്പായിട്ട് പഠിക്കാത്ത ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ജോയിൻ ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞത്. ആ സമയം അവിടെ കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു പയ്യൻ അത് ശരിയാ, പുതിയ സ്റ്റുഡൻറ്റ് ശരിക്കും വന്നോ, നീ ചുമ്മാ പറയുന്നതാണോ? ഇപ്പോൾ തന്നെ നമ്മൾ ഹൈസ്കൂളിൻ്റെ സെക്കൻഡ് ഇയറിലല്ലേ, ഈ സമയത്തൊക്കെ ആരെങ്കിലും ട്രാൻസ്ഫർ ആയി വരുമോ? ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു പഠിപ്പായിരിക്കുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഈ ന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന പയ്യൻ സത്യമാണ്, ഞാൻ ആ പുതിയ സ്റ്റുഡൻറ്റിനെ കണ്ടതാണ്, അവനെ കാണാൻ നല്ല ലുക്കായിരുന്നു, ഫെയർ സ്കിന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് ബ്ലഷൊക്കെ ആവുന്നുണ്ട്. ഇതേ ടൈമിനാണ് അങ്ങോട്ടേക്ക് ടിയാൻ കയറി വരുന്നത്. ടിയാനാണെങ്കിൽ ഇവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അവൻ ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് വന്നിരുന്നായിരുന്നു. പിന്നീട് അവൻ ഹെഡ്സെറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് അവൻ്റെ സീറ്റിൽ ചെന്നിരുന്നിട്ട് അങ്ങ് മൈൻഡില്ലാതിരിക്കുകയാണ്. ഈ സമയം ടിയാനിൻ്റെ സീറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റിരുന്ന പയ്യൻ, അവൻ്റെ പേര് ഗാവോ എന്നാണ്. ഗാവോ ടിയാൻ്റെ അടുത്ത്, ടിയാൻ നീ അറിഞ്ഞോ, നമ്മുടെ ക്ലാസ്സിൽ പുതിയൊരു പയ്യൻ വരുന്നുണ്ട്, നല്ല പഠിക്കുമെന്നാണ് കേട്ടത്, നീയല്ലേ ക്ലാസ് ഫസ്റ്റ്, ഒന്ന് സൂക്ഷിച്ചോ, നിൻ്റെ ഫസ്റ്റ് എന്നുള്ള റാങ്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ്. ആ സമയം ടിയാനാണെങ്കിൽ ഞാനത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ കിടന്ന് ഉറങ്ങാണ്. ഈ സമയം ഗാവോ ഇപ്പോൾ പറഞ്ഞത് കുറ്റമായല്ലോ എന്നുള്ള രീതിയിലിരിക്കുന്നുണ്ട്. ഇതേ സമയം ഷെന്നിനെ കാണിക്കുമ്പോൾ അവൻ ആ സ്കൂളിലെ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചേഴ്സിൻ്റെ ഹെഡ്, സ്കൂളിലെ മെയിനായിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയാം, ആ ഒരാളുടെ റൂമിലിരിക്കുകയാണ്. ആ സമയം അവൻ്റെ അച്ഛനടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ നീ എന്തിനാ അങ്കിളിനെ പറഞ്ഞു വിട്ടത്? രജിസ്ട്രേഷനും കാര്യങ്ങളും നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? നിനക്ക് അങ്കിളിനെയും കൂടെ വിളിച്ചുകൂടായിരുന്നോ? നീ ഇപ്പോൾ എന്നിട്ട് എവിടെയുണ്ട്? ഡയറക്ടർ നിന്നെ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, നീ ഇപ്പോൾ ഡയറക്ടറിൻ്റെ അടുത്താണ് ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഷെന്ന് ഒരാൾ എന്നെ വന്ന് പിക്ക് ചെയ്തായിരുന്നു, ഇപ്പോൾ ഞാൻ ഡയറക്ടറിൻ്റെ റൂമിലാണുള്ളത്, കൊണ്ടുവന്ന ആൾ ഭയങ്കര വായാടിയാണ്, അയാളാണോ ഡയറക്ടർ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അയാൾ തന്നെയാണ് ഡയറക്ടർ, അയാൾ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഷെന്നാണെങ്കിൽ ഡയറക്ടറുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയം ഡയറക്ടറാണെങ്കിൽ നീ ഷാൻഹായ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണല്ലേ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ അതെ, എൻ്റെ അച്ഛനാണെങ്കിൽ ജോലി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറി ട്രാൻസ്ഫർ ആവാറുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളുകൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന്
പറയാണ്. ആ സമയം ഡയറക്ടർ നിൻ്റെ റെക്കോർഡ്സിൽ നീ സ്കൂൾ ട്രാൻസ്ഫർ ആയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മുമ്പത്തെ റെക്കോർഡ് വെച്ചിട്ട് നീ പഠിക്കുന്നൊരു കുട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ള തിയറി ടെക്സ്റ്റുകൾ ഒക്കെ കൊടുക്കുകയാണ്. അത് തന്നെ ഒരു മല കണക്കിനുണ്ടായിരുന്നു. ഷെന്നങ്ങനെ ഇത്രയും മാത്രം തിയറിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഡയറക്ടർ അതെ, നീ ആ ടെക്സ്റ്റൊക്കെ എടുത്തുകൊണ്ട് വാ, ഞാൻ നിന്നെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഡയറക്ടറാണെങ്കിൽ നിനക്ക് കിട്ടിയിരിക്കുന്നത് ക്ലാസ് ആണ്, അതായത് ടോപ്പ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ്. അവിടെ നിങ്ങൾക്ക് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ എക്സ്ട്രാ അഡ്വാൻസ്ഡ് ക്ലാസ്സസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലാസ്സിൽ ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് എല്ലാ സബ്ജക്റ്റിനും അതായത് ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും ടോപ്പ് വാങ്ങുന്ന സ്റ്റുഡൻറ്റ് ഏതാണോ ആ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഷെന്നിനെ കൊണ്ടുപോവാണ്. ഷെന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ടോപ്പ് വന്നിരിക്കുന്നത് ടിയാനിൻ്റെ ഫോട്ടോയാണ് നിരന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഷെന്നാണെങ്കിൽ ടിയാനിൻ്റെ ഫുൾ നെയിം നോക്കിയപ്പോൾ ജിയാങ് ടിയാൻ എന്നായിരുന്നു. ഈ ജിയാങ് എന്നുള്ള പേര് കേട്ടതും ഷെന്നുണ്ടെ അവൻ്റെ മനസ്സിൽ എൻ്റെ ദൈവമേ, കുറേ നാളായിട്ട് ജിയാങ് എന്ന് പേരുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അവനതങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടിട്ട് ഡയറക്ടറാണെങ്കിൽ എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ ഒന്നുമില്ല ഡയറക്ടർ, അല്ല ഈ ജിയാൻ ടിയാങ് എന്ന് പറഞ്ഞ പയ്യനെ നല്ല പഠിപ്പിയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയാണ്. അതിനുശേഷം ഡയറക്ടർ ഷെന്നിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ്. ക്ലാസ്സിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്കും എല്ലാ പിള്ളേരും ഇങ്ങനെ സംസാരമായിരുന്നു. ഇതേ സമയം ആ ക്ലാസ് തന്നെയാണ് ഡയറക്ടറിൻ്റെ മകനും പഠിക്കുന്നത്. അങ്ങനെ അച്ഛനെ കണ്ടതും അവൻ വാടച്ച് മിണ്ടാതിരിക്കുകയാണ്. ആ സമയം ഡയറക്ടർ ഇതൊക്കെയാണ് നിൻ്റെ പുതിയ ഫ്രണ്ട്സ്, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവരടുത്ത് ചോദിച്ചാൽ മതി, ഇവർ നിന്നെ ഹെൽപ്പ് ചെയ്യും, പിന്നെ നിന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ ബെസ്റ്റ് ടിയാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് ടിയാനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതായ ടൈമിന് ടിയാനാണെങ്കിൽ അവളുടെ ഡെസ്കിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇത് കണ്ടിട്ട് സാറ് ഈ ചെക്കൻ കിടന്ന് ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞിട്ട് ടിയാൻ എഴുന്നേൽപ്പിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ആ സമയം കറക്റ്റ് മറ്റൊരു സ്റ്റാഫ് അവിടെ ക്ലാസ് റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഡയറക്ടർ സാർ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് വരാനായിട്ട് പറയാണ്. അങ്ങനെ സാർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ടിയാനെ പിന്നെ എഴുന്നേൽപ്പിക്കാൻ നിൽക്കാതെ ഷെങ്ങിനെ നോക്കുന്ന ടൈമിൽ ഇവൻ്റെ കഴുത്തിൽ ഹെഡ്ഫോൺ കിടക്കുന്ന കാണുകയാണ്. ആ സമയം സാറാണെങ്കിൽ ഈ സ്കൂളിൽ റൂളാണ്, സ്കൂളിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇന്നിൻ്റെ ഫസ്റ്റ് ഡേ ആണെങ്കിൽ അതിനെ വെറുതെ വിടുന്നു. ഇനി ഈ സാധനം നിൻ്റെ ഫോണും കഴുത്തിലും കയ്യിലും ഒന്നും കാണരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ അവൻ സോറി ഇറങ്ങി എടുത്ത് മാറ്റുന്നുണ്ട്. ഇതേ ടൈമിന് നമ്മുടെ ഗാവ ആണെങ്കിൽ അവൻ്റെ ഫോണ് അവിടെ സീറ്റിനിടെ ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. എന്നാൽ സാറത് പൊക്കുകയാണ്. എന്നിട്ട് സാറ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ആഴ്ച നിൻ്റെ ഇത് ഞാൻ പൊക്കണത്, ഇനി കണ്ടു കഴിഞ്ഞാൽ അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞിട്ട് സാറാണെങ്കിൽ അവിടെ നിന്നൊരു പെങ്കൊച്ചൻ്റെ അടുത്ത് നീയല്ലേ ഡിസിപ്ലിൻ ഓഫീസർ, ഇവൻ്റെ 3 പോയിൻ്റ് കട്ട് ചെയ്തേക്ക്, അതിൻ്റെ കൂടെ തന്നെ ഇവൻ ഭയങ്കര സംസാരമായിരുന്നുകൊണ്ട് 1 പോയിൻ്റ് കൂടെ എക്സ്ട്രാ കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് സാറ് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ചെല്ലാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ അവൻ്റെ ഹെഡ്ഫോണൊക്കെ നോക്കിയതുകൊണ്ടല്ലേ ഗാവോയിനെയും ചെക്ക് ചെയ്തിട്ട് അവൻ്റെ ഫോണും പൊക്കിയെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ ഗാവോയുടെ അടുത്ത് ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നിട്ട് എന്നിട്ട് ഗാവോ ഇതിവിടെ സ്ഥിരം തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ഫോണൊക്കെ ഉണ്ടോ ചെക്കിങ് ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സാറ് പോകുന്നതിന് മുമ്പായിട്ട് ഷെങ്ങിൻ്റെ അടുത്ത് ടിയാനിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഇരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്താണ് ബെല്ലടിച്ചത്. അങ്ങനെ ആ ഒരു പെങ്കൊച്ചും എല്ലാവരും കൂടെ ഷെങ്ങിൻ്റെ അടുത്ത് ക്ലാസ് തുടങ്ങി സീറ്റിൽ ചെന്നിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഷെങ്ങാണെങ്കിൽ ടിയാൻ്റെ അടുത്ത് ചെല്ലാണ്. എന്നാൽ ടിയാങ്ങാണെങ്കിൽ തല വെച്ച് ഉറങ്ങിയ ഡെസ്ക് നമ്മുടെ ഷെങ്ങിൻ്റെ ഡെസ്കിലും കൂടെ ആയിട്ടായിരുന്നു ഇങ്ങനെ തല വെച്ച് കിടന്നുറങ്ങിയത്. നമ്മൾ ഈ കൊറിയൻ ഡ്രാമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സ്റ്റുഡൻറ്റിന് ഒരു കുഞ്ഞ് ഡെസ്കും ഒരു കുഞ്ഞ് ചെറും സെപ്പറേറ്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെയായിരുന്നു ഇവിടെ. പക്ഷേ രണ്ടുപേരുടെ ഇങ്ങനെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരുത്തുന്ന ആ ഒരു രീതിയിലായിരുന്നു കിടപ്പുണ്ടായിരുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ ടിയാൻ എഴുന്നേൽപ്പിക്കണോ വേണ്ടെന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ടിയാൻ തന്നെ എഴുന്നേറ്റിട്ട് നിൻ്റെ അടുത്തിരിക്കുന്ന തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ സീറ്റ് നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്ത് നിന്ന് മാറ്റി ബാക്കിലോട്ടിട്ടിട്ട് ഷെങ്ങിൻ്റെ അടുത്ത് നീ അവിടെ ഫ്രണ്ട് ഇരുന്നോളാനായിട്ട് പറയാണ്. ആ സമയം ഷെങ് ആന്തിനെ ഫ്രണ്ട് ഇരിക്കുന്നതെന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ടിയാങ്ങാണെങ്കിൽ എഴുന്നേറ്റ് വന്ന് ഷെങ്ങിൻ്റെ അടുത്ത് ക്ലോസ് ചെയ്യുന്നിട്ട് എന്തുകൊണ്ടാണെന്ന് നിനക്ക് തോന്നിയെന്നിങ്ങനെ ചോദിച്ചിട്ട് അങ്ങ് ചെന്നിരിക്കുകയാണ്. ആ സമയം ഷെങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഗാവണി ഷെങ്ങിൻ്റെ അടുത്ത് മൈൻഡ് ചെയ്യേണ്ട അവ ഉറക്കം എഴുന്നേറ്റിട്ടുള്ളൂ, ഉറങ്ങിയിരിക്കുന്ന സമയത്ത് അവൻ എന്തൊരു ദേഷ്യമുണ്ട്, നീ ഒന്നും നോക്കണ്ട കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവനവിടെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗാവോയുടെ അടുത്ത് പതുക്കെ ഷെങ്ങാണെങ്കിൽ അപ്പം ഇതാണോ ആ ഒരു ടോപ്പ് സ്റ്റുഡൻറ്റ് ജിയാങ് ടിയാൻ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഗാവോ അതിവൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ക്ലാസ് കഴിഞ്ഞ് ഷെങ്ങാണെങ്കിൽ ആരടുത്ത് ഫോൺ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു വരാണ്. ആ സമയം അവനാണെങ്കിൽ ജിയാങ് എന്ന പേരുള്ള കുറേ ആൾക്കാരെ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിലിങ്ങനെ വീട്ടിനകത്ത് കയറി ചെല്ലാണ്. വീട്ടിൽ കയറി ചെന്നതും അവനിങ്ങനെ ഗേറ്റ് വന്ന് കയറിയതും വീടിൻ്റെ അകത്ത് അവൻ്റെ അച്ഛനും
ഒരു ലേഡിയും ഒരു പയ്യനും നിൽപ്പുണ്ടായിരുന്നു. ഇവനെ കണ്ടതും ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെ വലിച്ചുകൊണ്ട് വന്ന് ആ ലേഡീൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഇതാണ് ജിയാങ് എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു ചെറിയ ചിരി ഇരിച്ചിട്ട് അവരെ മുഖത്തുമൊക്കെ അതിങ്ങനെ കുരുങ്ങിയിരിക്കുകയാണ്. ആ സമയം അച്ഛൻ ഇവളെ നേരത്തെ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ നീ ഇന്നലെ ഡിന്നർ കഴിക്കാൻ വന്നില്ലല്ലോ, അതുകൊണ്ടാണ് പരിചയപ്പെടുത്താൻ പറ്റാത്തത്. ഞങ്ങൾ മുമ്പ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ, ഇടയ്ക്ക് കണക്ഷൻ വിട്ടുപോയി, കുറച്ചാൾ മുമ്പ് വീണ്ടും മീറ്റ് ചെയ്തു എന്ന് പറയാണ്. ആക്ച്വലി ആ ഒരു ലേഡിയും ഇവൻ്റെ അച്ഛനും ഇപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് പോവാണ്. സോ അവരിങ്ങനെ അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഇപ്പോൾ ഈ കണ്ടത്. ആ സമയം നമ്മുടെ ഷെങ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഷെങ്ങാണെങ്കിൽ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്ന ടൈമിന് അവനിങ്ങനെ ഡോറ് തുറന്ന് അകത്ത് കയറിയതും ഡൈനിങ് ടേബിളിൽ ഈ ഒരു ലേഡിയും ഇവൻ്റെ അച്ഛനും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ്. ആ സമയം ആ ജിയാങ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയാണെങ്കിൽ ഷെങ്ങിന് ഞാനുണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടപ്പെടുമോ, അവൻ എന്നെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛൻ നീ ടെൻഷൻ ആവാതിരിക്കുക, അവൻ ഉറപ്പായിട്ട് നിൻ്റെ ഫുഡും നിന്നെ ഇഷ്ടപ്പെടുകയും നിന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഷെങ്ങിന് ഇവർ കല്യാണം കഴിക്കാനുള്ള പ്ലാനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ അന്നേ ഷെങ്ങി സത്യം മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഷെങ്ങാണെങ്കിൽ ആ കാര്യം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ചിട്ട് ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഷെങ്ങാണെങ്കിൽ ഇവൻ്റെ അച്ഛൻ പറയുന്നത് വലിയ കാര്യമാക്കുന്നില്ല. ഇങ്ങനെ തലവന് ചെയ്യുന്നിട്ട് അവനിങ്ങനെ നോക്കിയതും അവിടെ ഒരു പയ്യൻ നിൽക്കുന്നവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് മറ്റാരുമില്ല, ടിയാനായിരുന്നു. ടിയാനെ കണ്ടത് ഷെങ് നീയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് ജിയാങ് ആണെങ്കിൽ ഇതാണ് എൻ്റെ മോൻ ടിയാങ്, നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് മീറ്റ് ചെയ്ത് കാണുമല്ലോ എന്ന് പറയാണ്. ആ സമയം ടിയാനാണെങ്കിൽ ഞാൻ കണ്ടില്ല, ഞാൻ ഉറക്കമായിരുന്നു എന്ന് പറയാണ്. ആ സമയം ഷെങ് നീ എന്നെ കണ്ടില്ലേടാ എന്നുള്ള രീതിയിൽ ചോദിക്കാനായിട്ട് ചെന്നതും അച്ഛനാണെങ്കിൽ ദേഷ്യപ്പെടണ്ട, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആവാൻ ടൈം എടുക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഷെങ്ങും ടിയാനും ഇപ്പോൾ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആവാനായിട്ട് പോവുകയാണ്. അങ്ങനെ അച്ഛനും ജിയാങ്ങും കൂടെ ആയിട്ട് ഇവർ രണ്ടുപേരെയും, അതായത് ടിയാനെയും ഷെങ്ങിനെയും കൂട്ടുകാരാക്കാനും ബ്രദേഴ്സ് ആക്കാനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും അങ്ങോട്ട് വഴങ്ങിക്കൊടുക്കുന്നില്ല. ഷെങ് എനിക്ക് തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്തോട്ട് കയറി പോവാണ്. ടിയാങ്ങും അതുപോലെ തന്നെ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ വെളിയിലൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയം ജിയാങ്ങും നമ്മുടെ ഷെന്നിൻ്റെ അച്ഛനും ദൈവമേ ഈ രണ്ട് പിള്ളേരെയും എങ്ങനെ ഓക്കെ ആക്കും, അവരെ എങ്ങനെ പരസ്പരം ബ്രദേഴ്സാക്കി എടുക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഷെങ്ങിനെ കാണിക്കുമ്പോൾ ഇവൻ ചെന്ന് റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ആർക്കും തന്നെ സ്വന്തം അച്ഛൻ മറ്റൊരു ലേഡീനെ കല്യാണം കഴിക്കുന്നത് മിക്കവർക്കും താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം പുതിയൊരാൾ അമ്മയായിട്ട് വരുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഷെങ് അവൻ്റെ ബെഡിൽ ചെന്നിരുന്നിട്ട് ഡ്രോയർ തുറന്നിട്ട് അവൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അവൻ്റെ അമ്മേനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാണ് തോന്നുന്നത്. അവനങ്ങനെ അമ്മയുടെ ആ ഒരു ഫോട്ടോ നോക്കുന്ന ടൈമിന് മുമ്പ് അവൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവർ താമസൂൽ തന്നെ ഇവിടെ താമസിച്ചിരുന്ന സമയത്തുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ അവന് പനിയായിരുന്നുകൊണ്ട് തന്നെ ആ ഒരു മിൻറ്റ് ലെമണേഡ് ഉണ്ടാക്കിയിട്ട് അത് കുടിക്കാൻ കൊടുത്തിട്ട് ഇത് കുടിക്കുക നിൻ്റെ പനിയൊക്കെ മാറുമെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കൊക്കെ ആലോചിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ അവനവൻ്റെ അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നുണ്ട്, കൂടെ ഹെഡ്ഫോണിൽ പാട്ടും കേൾക്കുന്നുണ്ട്. ഈ ടൈമിന് അവൻ്റെ ഫോണിൽ ഒരു കോൾ വരികയാണ്. നോക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ അവൻ അമ്മയുടെ ഫോട്ടോ തിരിച്ച് ഡ്രോയറിൽ വെച്ചിട്ട് ആ ഒരു കോൾ കട്ട് ചെയ്യാണ്. അവൻ്റെ ഫ്രണ്ട് വീണ്ടും വിളിക്കുന്നുണ്ട്, ഇവൻ കട്ട് ചെയ്യാണ്. മൂന്നാമതും വിളിക്കുന്നുണ്ട്. ആ സമയം ഇവൻ കോൾ എടുക്കുകയാണ്. ആ സമയം അവൻ്റെ ഫ്രണ്ട് ഫോണിൽ കൂടെ വന്ന് നിനക്കെന്നെ കോൾ എടുക്കാൻ വയ്യല്ലേ, നിനക്കെന്നെ വേണ്ടല്ലേ നീ ചോദിക്കുകയാണ്. അത്രയും പറഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ അവൻ വീണ്ടും കോൾ കെട്ടിയാണ്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് അവനെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നാൽ ഷെങ് കോൾ എടുക്കുന്നില്ല. അവൻ്റെ ഫ്രണ്ടിൻ്റെ സകല ക്ഷമയും നശിക്കുന്നുണ്ട്. എന്നാൽ അവൻ വീണ്ടും ഒന്ന് കൂൾ ഡൗൺ ആയിട്ട് ഷെങ്ങിനെ വിളിച്ചിട്ട് ശരി ഞാൻ ദേഷ്യപ്പെടുന്നില്ല, നീ തിരക്കിലായിരിക്കും എന്നറിയാം, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ് അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. പകരം ഷെങ് നേരെ എനിക്ക് നീ ഒരു ഹെൽപ്പ് ചെയ്യണം, നീ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ 3 സബ്ജക്റ്റിൻ്റെയും എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടുപിടിച്ച് തരണം, അറേഞ്ച് ചെയ്ത് തരണം, എത്ര പെട്ടെന്ന് തന്നെ വേണം, എനിക്ക് ഉടനെ തന്നെ അത് അയച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഫ്രണ്ട് നിനക്കെന്തിനാ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ നീ എന്താ ഇപ്പോഴേ പഠിക്കാൻ പോകണമെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ എക്സാം ഉണ്ടെന്ന് പറയാണ്. ആ സമയം എൻ്റെ ഫ്രണ്ട് എക്സാമോ ഇത്ര പെട്ടെന്ന് വെച്ചപ്പോൾ ഉണ്ട് എക്സാം ഉണ്ട്, എനിക്ക് പെട്ടെന്ന് അയച്ചിയാ, ഞാനാണെങ്കിൽ ഇവിടെ വന്നതേ ഉള്ളൂ, അപ്പം തന്നെ എക്സാം തുടങ്ങുക, അതും ഞാനാണെങ്കിൽ പഠിക്കാത്തൊരു പോർഷനാണെന്നിങ്ങനെ പറയാണ്. ആ സമയം അവൻ്റെ ഫ്രണ്ട് അതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടുപിടിച്ചതെന്നാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷെങ്ങാണെങ്കിൽ അതിനാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാനല്ല, മാർക്ക് ഇട്ടേക്കുന്ന പാറ്റേൺ നോക്കാനാ. അപ്പോൾ അതനുസരിച്ച് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുമെന്ന് അറിയാനാ, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് അറിയാനാ, അല്ലാതെ അത് നോക്കി പഠിക്കാനല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അങ്ങനെയാണല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഷെങ് നേരത്തെ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് ക്ലാസ് ടൈം തുടങ്ങിയിട്ടും
ടീച്ചർമാരാരും ക്ലാസ്സിൽ വരാത്ത കാണാത്തതുകൊണ്ട് തന്നെ അവൻ ഉടനെ ഗാവോരെടുത്ത്, അല്ല ക്ലാസ്സിൽ ടീച്ചർമാർ വരാതെന്താ, ഈ ഒരു സെമസ്റ്റർ തുടങ്ങിയിട്ട് കുറേ ദിവസം ആയല്ലോ എന്ന് പറയാണ്. ആ സമയം ഉടനെ ഗാവാണെങ്കിൽ അത് പിന്നെ ഇന്ന് ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പുണ്ട്, അതുമാത്രമല്ല നമുക്ക് എക്സാം വരാൻ പോവാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ക്ലാസ്സിൽ ടീച്ചർമാർ വരത്തില്ല, പകരം ഇന്ന് മൊത്തം നമ്മളെല്ലാവരും ഇരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യണമെന്ന് പറയാണ്. ആ സമയം ഉടനെ അവനാണെങ്കിൽ എക്സാമോ നമുക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ആ എക്സാം ഉണ്ട്, ദാ ഈ സെമസ്റ്ററിൻ്റെ എക്സാം ആണെന്ന് പറയാണ്. ആ സമയം ഇത് കേട്ടൊരു ഷെങ്ങാണെങ്കിൽ, നീ എന്തേ പറയുന്നത്, ഈ സെമസ്റ്റർ സ്റ്റാർട്ടായതല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഈ സെമസ്റ്ററിൻ്റെ എക്സാം നീ ഉദ്ദേശിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഷെങ്ങിൻ്റെ അടുത്ത് അതിന് മറുപടിയായിട്ട് ഗാവോ, ഈ സെമസ്റ്ററിനുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഇനി അതിൻ്റെ എക്സാമാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നേരത്തെ സാർ കുറച്ച് മുമ്പേ ഈ സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റ് എന്നും പറഞ്ഞിട്ട് ഷെങ്ങിൻ്റെ കൈ കൊടുത്ത ടെക്സ്റ്റ് എല്ലാം തന്നെ പഠിക്കണം, അതൊക്കെയാണ് നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് പറയാണ്. ആ സമയം ഷെങ് എല്ലാ സബ്ജക്റ്റും എഴുതുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഗാവോ അത് എല്ലാ സബ്ജക്റ്റും എഴുതുമെന്ന് പറയാണ്. ഇവർക്ക് ടോട്ടൽ 5 സബ്ജക്റ്റാണുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ ചൈനീസ് ലാംഗ്വേജ്. അങ്ങനെ ഇത്രയും സബ്ജക്റ്റും പഠിക്കണമെന്ന് ഓർത്തിട്ട് നമ്മുടെ ഷെങ്ങാണെങ്കിൽ, ദൈവമേ ഞാൻ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് പോട്ടെ എന്നൊക്കെ ഗാവോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയം ഗാവോ നിന്നെക്കൊണ്ട് പറ്റുവിടാന്നൊക്കെ പറയാണ്. അതിനുശേഷം പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഈ കാര്യമൊക്കെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുമ്പോൾ ഫ്രണ്ടാണെങ്കിൽ നീ ശരിക്കും പെട്ടുപോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഷെങ്ങാണെങ്കിൽ പിന്നല്ലാണ്ട് മുമ്പ് ഫസ്റ്റ് വാങ്ങിച്ച് എല്ലാത്തിനും മുന്നിൽ നിന്ന ഞാനാ, ഇപ്പോൾ ജയിക്കുമെന്ന് പോലും അറിയത്തില്ല, സ്കൂളിൻ്റെ അഭിമാനം കാക്കണം, എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു പുതിയ സ്റ്റുഡൻ്റ് അല്ലേ, എൻ്റെ അഭിമാനവും എൻ്റെ ഇമേജും ഞാൻ തന്നെ നോക്കണ്ടേ, എന്തായാലും ഇംഗ്ലീഷും ചൈനീസും പഠിക്കാൻ നേരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഫിസിക്സും മാത്സും കെമിസ്ട്രിയും പഠിച്ച് ഒരു C ഗ്രേഡെങ്കിലും വാങ്ങാൻ നോക്കട്ടെ, നീ എനിക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസൊക്കെ അയച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അതുമാത്രമല്ല ഒരു കാര്യം കൂടെയുണ്ട്, ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും കറക്കി കുത്തി എങ്ങനെ എഴുതുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ്റെ ഫ്രണ്ട് കറക്കി കുത്തി എഴുതാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ മുമ്പ് ഞാനൊക്കെ ആ ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ നീ എന്നെയൊക്കെ വഴക്ക് പറയാറുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷെങ്ങ് അത് പിന്നെ അപ്പം ഞാൻ പഠിക്കുമായിരുന്നു, ഇപ്പം എനിക്ക് പഠിക്കാനുള്ള അവസ്ഥയില്ല, കാരണം നാളെ തൊട്ട് എക്സാമാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം എക്സാം തുടങ്ങിയില്ലേ, പെട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ ഫ്രണ്ട് ആ അവസ്ഥ മനസ്സിലായി, ഞാനെങ്കിൽ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കിടക്കുന്നതിൽ ഏറ്റവും ചെറിയ ആൻസർ ആയിരിക്കും ചിലപ്പോൾ കറക്റ്റ്, അല്ലെങ്കിൽ 4 ഓപ്ഷൻ കിടക്കുന്നതിൽ ഏറ്റവും വലിയ ആൻസർ ആയിരിക്കും കറക്റ്റ്. പിന്നെ അസർഷൻ റീസൺ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോഴത്തേക്കും, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും അതിൽ ഓപ്ഷൻ C ആയിരിക്കും അറിയത്തില്ലെങ്കിൽ നീ എഴുതേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷെങ് കോൾ കട്ട് ചെയ്തിട്ട് ഇരുന്ന് പഠിക്കുന്നതാണ്. നെക്സ്റ്റ് ഡേ ഇവർക്ക് ഫസ്റ്റ് മാത്സ് എക്സാം ആയിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ ചെന്നിരുന്ന് ഇവനാണെങ്കിൽ പഠിച്ച സാധനങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഗാവോ പഠിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷെങ് എവിടെ നിന്ന് എന്തെങ്കിലും എഴുതി വയ്ക്കാം, ആ ഫ്ലോയിൽ അങ്ങ് പോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവർക്ക് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കൊടുക്കുകയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ ഇങ്ങനെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതിനെല്ലാം ആൻസർ കറക്കി കുത്തി എഴുതാമെന്ന് പറഞ്ഞ് അതിലെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ ആഘോഷിച്ചിരിക്കുമായിരുന്നു. അതും അവൻ ഗാവോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിട്ട് ഗാവോ ചിരിച്ചിട്ട് അവനാണെങ്കിൽ ഷെങ്ങിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാസ് ചെയ്യുകയാണ്. ഷെങ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ല. ആ സമയം ഇവനാണെങ്കിൽ ഇതെന്താ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത, ഞാൻ മൊത്തത്തിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയം ഇതെല്ലാം തൊട്ട് പുറകെന്ന് ടിയാനും കേൾക്കുന്നുണ്ട്. ആ സമയം ടിയ ഷെങ്ങിൻ്റെ അടുത്തോട്ട് വന്നിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ല, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് പറയാണ്. എന്നിട്ട് ഷെങ്ങാണെങ്കിൽ അവൻ ഇങ്ങനെ പറയുന്ന കേട്ടതും അവനൊന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയാണ്. ആ സമയം ടിയാൻ ശരി പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും നിൻ്റെ കയ്യിലുണ്ട്, ഇനി പാസ് ചെയ്ത് തരാനായിട്ട് പറയാണ്. ആ സമയമാണ് ഷെങ്ങ ശ്രദ്ധിച്ചത്. അങ്ങനെ ഷെങ് ടിയാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ്. അതിനുശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും എഴുതുന്നുണ്ട്, ഷെങ്ങും പറ്റുന്ന പോലെ എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതിയതിന് ശേഷം എല്ലാവരും പേപ്പർ പാസ് ചെയ്ത് തിരിച്ച് ടീച്ചറിൻ്റെ കൊടുക്കുകയാണ്. എന്നിട്ട് ഷെങ്ങാണെങ്കിൽ അവൻ്റെ ബോട്ടിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ടീച്ചർ എവിടെ പോകുമെന്ന് നോക്കിയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ അത് പിന്നെ അടുത്ത സബ്ജക്റ്റിൻ്റെ എക്സാമിന് മുമ്പേ വെള്ളം എടുക്കാനായിട്ട് പോകാമെന്ന് പറയാണ്. ആ സമയം ടീച്ചർ സീറ്റിൽ കയറിയിരിക്കും, മാത്സിൻ്റെ ഒരു എക്സാമും കൂടെ ഉണ്ട്, പോയിരിക്കാനായിട്ട് പറഞ്ഞിട്ട് അവന് പറഞ്ഞു വിടാണ്. അവൻ അങ്ങനെ സീറ്റ് ചെയ്തിരുന്നതും ഗാവോ ആണെങ്കിൽ സോറി നിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയി, നമുക്ക് മാത്സിന് 2 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, ഒന്ന് മെയിൻ ഒന്ന് അഡീഷണൽ, ഇപ്പോൾ എഴുതിയത് മെയിൻ, അഡീഷണൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സാമും കൂടെ ഉണ്ട്, അതും കൂടെ എഴുതിയാലേ മാത്സ് എക്സാം കഴിയത്തുള്ളൂ എന്ന് പറയാണ്. അതേ ടൈമിന് കറക്റ്റ് ടീച്ചറാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വാങ്ങുകയാണ്. അതും എങ്ങനെ എഴുതുമെന്ന് ആലോചിച്ചിട്ട് ഷെങ്ങിരുന്ന് എഴുതാണ്. അതിൻ്റെ ശേഷം കാണിക്കുന്നത് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഷെങ് ഇങ്ങനെ കോറിഡോർ വഴി നടന്നു വരുന്ന ടൈമിന് കുറേ പിള്ളേർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ക്ലാസ്സിൽ പുതിയതായിട്ട് വന്ന പുതിയ സ്റ്റുഡൻ്റ് ഷെങ്, അവനാണെങ്കിൽ എക്സാമിൽ തോക്കുമെന്നാണ് കേട്ടത്, അവനൊന്നും പഠിച്ചില്ല എന്നാണ് ഇറങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇതായിട്ട് എൻ്റെ ഷെങ്ങാണെങ്കിൽ ഓഫീസിലേക്ക്, അതായത് ടീച്ചേഴ്സിൻ്റെ ഓഫീസിലേക്ക് കയറാനായിട്ട് പോയായിരുന്നു. ആ സമയം അതേ ഓഫീസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ടിയാനും ഡയറക്ടറും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സമയം ഷെങ് അത് കേൾക്കാണ്. ഡയറക്ടറാണെങ്കിൽ ടിയാൻ്റെ അടുത്ത് അവൻ്റെ അച്ഛനെ പറ്റി പറയാനായിട്ട് വന്നപ്പോൾ ടിയാനാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള കാര്യം
കാര്യങ്ങളൊന്നും കേൾക്കണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പേ കണ്ടതാണ് ടിയാനിൻ്റെ അമ്മയും നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛനും കല്യാണം കഴിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇപ്പം സാറിയ അച്ഛനെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ടിയാൻ്റെ അമ്മയുടെ മുമ്പത്തെ ഹസ്ബൻഡായിരിക്കും. അതായത് നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛനല്ല, അല്ലാതെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനെ കുറിച്ചായിരിക്കും. അയാളെക്കുറിച്ച് തനിക്ക് കേൾക്കണ്ടെന്നാണ് ടിയാൻ പറഞ്ഞത്. അങ്ങനെ ടിയാനാണെങ്കിൽ അതും പറയട്ടെ തിരിഞ്ഞ് നടന്ന് തുടങ്ങിയതും ഷെങ് അവിടെ നിൽക്കുന്ന ആളാണ്. ഷെങ് ഉണ്ടെങ്കിൽ ഞാൻ ഒളിഞ്ഞു കേട്ടല്ല, ഞാനത് ടീച്ചേഴ്സിൻ്റെ ഓഫീസിലോട്ട് വന്നതായിരുന്നു. ക്ലാസ് ടീച്ചർ എന്നെ കാണണമെന്ന് ഇറങ്ങി വിളിച്ചതായിരുന്നു, അങ്ങനെ വന്നേന്ന് പറയുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ ക്ലാസ് ടീച്ചറിനെ നീ അങ്ങനെ വലിയ പ്രായമായ ആളാണെന്നൊന്നും വിചാരിക്കല്ലേ, യങ്ങായിട്ടുള്ള ഒരാളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനവിടെ നടന്നു പോവാണ്. ഈ സമയം ഡയറക്ടർ നീ ടീച്ചറിനെ കാണാൻ വന്നില്ല, ഓഫീസിൻ്റെ അകത്തേക്ക് ചെന്നോളാനായിട്ട് പറയാണ്. അങ്ങനെ നേരെ അവൻ ഓഫീസിൻ്റെ അകത്തേക്ക് ചെല്ലാണ്. ടീച്ചറിൻ്റെ പേര് ഹീ എന്നായിരുന്നു. ഈ തൈവാനീസ് പേരെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അങ്ങനെ സാറിൻ്റെ അടുത്ത് ചെന്നതും സാറാണെങ്കിൽ നിന്നെ വിളിപ്പിച്ച വേറെ ഒന്നല്ല, നീ ക്ലാസ്സിൽ ഫസ്റ്റ് വന്ന ടൈമിന് എല്ലാവരുടെ മുന്നിൽ നിർത്തി നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു, ഒരു സെമിനാറിൻ്റെ പരിപാടിയായിട്ട് പോയിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നീ എല്ലാവരുമായിട്ട് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നീ ഈ സെമസ്റ്ററിൻ്റെ കാര്യമൊന്നും പഠിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നീ ഒരു സെമസ്റ്റർ പുറകിലാണുള്ളത്. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ആ എക്സാമിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയേനെ, നീ ആ എക്സാം എഴുതേണ്ടി വരത്തില്ലായിരുന്നു എന്ന് പറയാണ്. അതേടാ ഷെങ്, പക്ഷേ സാർ ഞാൻ ഓൾറെഡി ആ എക്സാം എഴുതി കഴിഞ്ഞു എന്ന് പറയാണ്. ആ സമയം സാറും ചിരിച്ചിട്ട് അതറിയാം, നീ കുറേ കഷ്ടപ്പെട്ട് കാണുമല്ലേ, കുഴപ്പമില്ല, ഇതിൻ്റെ മാർക്ക് വളരെ ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല, അതുകൊണ്ട് മാർക്ക് കുറഞ്ഞാലും നീ ഇതിൽ ശ്രദ്ധിക്കേണ്ട. പിന്നെ ഞാൻ മറ്റ് ടീച്ചേഴ്സോട് സംസാരിച്ചിട്ടുണ്ട്, നീ ഒരു സെമസ്റ്ററിലെ കാര്യങ്ങൾ മൊത്തം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നീ നല്ല പുറകിലായതുകൊണ്ട് തന്നെ ഞാനും മറ്റ് ടീച്ചേഴ്സും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ആഴ്ചയിലും നിന്നെ പഠിപ്പിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു എക്സാം ഉണ്ട്. ആ എക്സാമിൽ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റിൽ നീ മിനിമം ഒരു 50 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് ട്രൈ ചെയ്യുക. മാത്സിൽ ഒരു 60 ശ്രമിക്കുക. ഇംഗ്ലീഷ് ചൈനീസ് സബ്ജക്റ്റുകളിൽ പറ്റുന്ന പോലെ ഡിപ്പെൻഡൻസ് അനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാം. നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ട്രൈ ചെയ്യും, നിന്നെക്കൊണ്ട് പറ്റും, ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറൊന്നുമില്ല പൊക്കോളാനായിട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുന്ന ടൈമിന് എല്ലാവർക്കും കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇത്രയും കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം കണ്ടിട്ട് ഷെങ് ഗാവോരെടുത്ത് എൻ്റെ പൊന്നു ഇതെന്ത് ഈ സ്കൂൾ ഇങ്ങനെ, സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അതിന് എക്സാം, അതിൻ്റെ പേപ്പർ, ഇതിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞ് വരുവാണല്ലോ, ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ TC വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് അത് പറയാനായിട്ട് ഇങ്ങനെ എഴുന്നേറ്റതും കറക്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ബെല്ലടിക്കുന്നുണ്ട്. ഗാവോ അപ്പം ടു ലേറ്റ്, ഇനി നടക്കത്തില്ല മോനെ, വന്നിരുന്ന് പഠിക്കാനായിട്ട് പറഞ്ഞിട്ട് അവനവിടെ പിടിച്ചിരുത്താണ്. കാരണം അവൻ്റെ ക്ലാസ് ടീച്ചർ ഹീ വരുന്നുണ്ട്. സാറ് വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ എക്സാമിന് റിസൾട്ട് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും അതറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുമാത്രമല്ല കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും ലോ മാർക്ക് എത്രയായിരുന്നോ അതിനേക്കാളും ലോ മാർക്ക് ഈ പരീക്ഷയിൽ വന്നിട്ടുണ്ടെന്ന് പറയാണ്. അത് കേട്ടതും ഷെങ്ങായിരിക്കും അത്രയും ലോ മാർക്ക് സ്കോർ ചെയ്തെന്ന് കരുതി എല്ലാവരുടെ കണ്ണും നേരെ ഷെങ്ങിലേക്ക് ചെല്ലാണ്. ഷെങ്ങപ്പോൾ ഞാനൊന്നും കണ്ടില്ലെന്നും പറഞ്ഞ് ജനലിൻ്റെ വെളിയിൽ നോക്കി ഇങ്ങനെ പതുങ്ങിയിരിപ്പുണ്ട്. ആ സമയം സാറ് ശ്രദ്ധിച്ചിട്ട് നിങ്ങളെന്തിനാ അവനെ നോക്കുന്നത്, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ഇരിക്കുമായിരുന്നു. ഷെങ് നമ്മുടെ ക്ലാസ്സിൽ ഒരു പുതിയ സ്റ്റുഡൻ്റാണ്, അവൻ വന്ന പിറ്റേ ദിവസമായിരുന്നു എക്സാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അവന് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്റ്റിൽ അവൻ പാസ്സായിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഷെങ്ങിൻ്റെ അടുത്ത് എഴുന്നേറ്റിരിക്കാൻ പറയാണ്. അങ്ങനെ ഷെങ് ഇപ്പോൾ വഴക്ക് കിട്ടും, ഇപ്പോൾ കളിയാക്കൽ കേൾക്കുമെന്ന് പറഞ്ഞ് ഇന്നപ്പോഴത്തേക്കും സാറ് പെട്ടെന്ന് നിങ്ങളിൽ ഉള്ളവരെ പലരെന്നല്ല നിങ്ങളെ എല്ലാവരെ കാണും ഷെങ് 10ഉം 20ഉം മാർക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷിനും ചൈനീസ് സബ്ജക്റ്റിനും വാങ്ങിയിട്ടുണ്ട്. അതായത് ഹയ്യസ്റ്റ് സ്കോർ അവന് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയം അവിടെ ഇരുന്ന് പിള്ളേരെല്ലാവരും ഞെട്ടുവാണ്. ഗാവോയും ഷെങ്ങിൻ്റെ അടുത്ത് അടിപൊളിയിടാന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അതേസമയം ഷെങ്ങാണെങ്കിൽ ഹാവോ അതിലെങ്കിലും പാസ്സായല്ലോ എന്ന് കരുതിയിട്ട് സമാധാനത്തിൽ സീറ്റിൽ ഇരുന്നിട്ട് അവൻ്റെ കൈമുട്ടൊക്കെ എടുത്ത് നമ്മുടെ ടിയാൻ്റെ സീറ്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടിയാങ്ങാണെങ്കിൽ സാറ് പറയുന്നതെന്ന് മൈൻഡ് ചെയ്യുന്നില്ല, അവനവിടെ പഠിപ്പാണ്. ആ സമയം ഇങ്ങനെ ഷെങ്ങിൻ്റെ കൈ ടിയാൻ്റെ സീറ്റിരിക്കുന്നുണ്ട്. ടിയാനിങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. പതുക്കെ ഷെങ്ങിൻ്റെ കൈയെടുത്ത് മാറ്റാണ്. അതിനുശേഷം ഷെങ് തിരിഞ്ഞിരുന്നിട്ട് അവൻ്റെ പേന എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം പേന കറക്റ്റ് തെറിച്ച് ടിയാൻ്റെ അടുത്ത് ചെന്ന് വീഴുന്നുണ്ട്. ആ സമയം ഷെങ് പതുക്കെ ഒന്ന് തിരിഞ്ഞിട്ട് ആ പേനയെന്ന് എടുത്തു തരുമോ എന്നുള്ള രീതിയിൽ പാവത്തിനെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയം ടിയാനൊന്ന് തുറച്ച് നോക്കിയിട്ട് ആ പേന എടുക്കുകയാണ്. ആ സമയം ഷെന്നിങ്ങനെ താങ്ക്സ് പറയുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി ടിയാൻ അവന് കൊടുത്തില്ല. അതിന് പകരം ടിയാനെടുത്ത് അവൻ്റെ ബോക്സിൽ വെച്ചിട്ട് നിനക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നീ അത് വീണ്ടും വെച്ച് കളിക്കും, അതെൻ്റെ മണ്ടയ്ക്ക് വന്ന് വീഴും, അതുകൊണ്ട് ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിനാണ് സാറ് എല്ലാവരുടെ ആൻസർ ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. സാറപ്പോൾ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം ഇങ്ങനെ പാസ്സായി വന്നപ്പോൾ ടിയാൻ്റെ ആൻസർ ഷീറ്റ് ഷെങ്ങിൻ്റെ കൈ കിട്ടി. ഷെങ്ങപ്പോൾ ഒരു അടവറക്കാണ്. അതെ,
നിൻ്റെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ഇതാ പിടിച്ച് ചെക്ക് ചെയ്യ്, അതിന് പകരമായിട്ട് എൻ്റെ പേന തന്നാലും പേപ്പർ തരുള്ളൂ എന്ന് പറയാണ്. ആ സമയം ടിയാൻ എനിക്ക് പേപ്പർ വേണ്ട വച്ചുകൊണ്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഷെങ് അതാ നിനക്ക് പേപ്പർ വേണ്ടാത്തേ, സാറ് പറഞ്ഞിട്ടില്ല ചെക്ക് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണമെന്ന്, ഇതാ പിടിക്കാനായിട്ട് പറയാണ്. ആ സമയം ടിയാൻ ഓ കുഴപ്പമില്ല പേന എൻ്റെ കയ്യിൽ ഇരിക്കുമെന്ന് പറയാം. ഈ സമയം ഷെന്നാണെങ്കിൽ പതുക്കെ ടിയാൻ്റെ പേപ്പർ നോക്കിയപ്പം എല്ലാത്തിനും ഹൈ സ്കോർ, അവനും കിട്ടുന്നുണ്ട്. ഇതേ ടൈമിന് ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ അടുത്ത് നമുക്കൊരു ചെറിയ കണക്ക് ചെയ്യാം, ദേ ഇപ്പം നീ നോക്ക്, നീ ഇപ്പം ഇത്രയും സമയം സ്കൂളിലിരിക്കാൻ പഠിക്കുന്നു, അതിനുശേഷം വീട്ടിൽ പോകുന്നു ഫുഡ് കഴിക്കാൻ കുളിക്കാനായിട്ട്, അങ്ങനെ ഇന്ന ടൈമിനോട് അവസാനം നിനക്ക് പഠിക്കാനായിട്ട് ആകെ 6 മണിക്കൂർ കഷ്ടിച്ച് കിട്ടും. അതും 6 മണിക്കൂർ കഷ്ടിച്ച് കിട്ടുന്നത് നീ ഒരു പേപ്പർ കംപ്ലീറ്റ്, അതായത് ഒരു പേപ്പർ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ വെച്ച് എടുക്കുവാണെങ്കിൽ 6 മണിക്കൂർ പോലും നിനക്ക് ഓരോ സ്റ്റുഡൻറ്റ് പഠിക്കാൻ സമയം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ നിനക്ക് പഠിക്കാൻ ടൈം വളരെ കുറവേ കിട്ടത്തുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ കണക്ക് വഴി. ആ സമയം ഷെങ്ങും ശരിയാണല്ലോ പഠിക്കാൻ ടൈം കിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവൻ ടിയാൻ്റെ അടുത്ത് മിണ്ടാതെ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഗാവോയുടെ കയ്യിൽ നിന്ന് ഒരു പേന വെച്ചിട്ടിരുന്ന് എഴുതാണ്. അതിനുശേഷം കാണിക്കാൻ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. വീട്ടിലോട്ട് വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മുടെ ടിയാൻ്റെ അമ്മ ജിയാങ്ങിൻ്റെ ബാഗ് ഷൂസ് സംഭവങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ മനസ്സിലായിട്ടുണ്ട് അവരിങ്ങോട്ടേക്ക് താമസം മാറിയെന്ന്. അപ്പോൾ ഇനി തൊട്ട് ഉറപ്പായിട്ടും ടിയാനും അവൻ്റെ അമ്മയും ഇവരുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് ഷെങ്ങിന് വലിയ താല്പര്യമില്ല, എന്നാലും ഷെങ്ങിനൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ. അങ്ങനെ അവനാണെങ്കിൽ അകത്തേക്ക് കയറി ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ അച്ഛനും ജിയാങ്ങും അതായത് ടിയാൻ്റെ അമ്മയും കൂടെ ആയിട്ട് അവിടെ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ കണ്ടതും രണ്ടുപേരും ഇവനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവൻ മൈൻഡേ ചെയ്യുന്നില്ല, ഇവൻ കയറിപ്പോവാണ്. പക്ഷേ അവൻ്റെ അച്ഛൻ കറക്റ്റ് അവിടെ നിന്നിട്ട് ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നിൽക്കെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ സമയം അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ ഞാൻ ഡയറക്ടറിനെ കോൾ ചെയ്തു, ഡയറക്ടർ പറഞ്ഞു നീ ഇന്നലത്തെ എക്സാം നന്നായിട്ട് എഴുതിയെന്ന്, നല്ല കാര്യമാണെന്ന് പറയാണ്. ആ സമയം അവൻ ഓ അങ്ങനെയാണോ, ഞാൻ 3 സബ്ജക്റ്റ് തോറ്റു എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ കയറിപ്പോവാണ്. ആ സമയം കറക്റ്റ് നമ്മുടെ ടിയാൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് താമസം മാറുന്നില്ല എന്ന്, അവനത് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാണ്. ആ സമയം ഷെങ്ങിൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും അല്ല, അത് പിന്നെ അവനാണെങ്കിൽ ഇതുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം വേണം, അല്ലാതെ അവന് ദേഷ്യമൊന്നുമില്ല ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ഷെങ്ങാണെങ്കിൽ അവൻ്റെ റൂമിൻ്റെ ഡോറ് വലിച്ചടിക്കുന്ന സൗണ്ട് കേൾക്കാം. ആ സമയം അച്ഛനാണെങ്കിൽ നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അവൻ പാവമാണ്, അവന് കുറച്ച് ടൈം മാത്രം കിട്ടിയാൽ മതി, നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പറയാണ്. ആ സമയം തന്നെ ടിയാൻ്റെ അമ്മ ജിയാങ് അല്ല ഷെങ് വീട്ടിലെത്തിയല്ലോ, എന്താ ടിയാങ് ഇതിനായിട്ട് വീട്ടിലെത്താത്തതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആട്ടന് ടിയാനെ കാണിക്കുമ്പോൾ ഇവൻ വീട്ടിൽ ചെല്ലാതെ എവിടെയോ ചെന്നിരുന്നിട്ട് അവിടെ ഒരു പൂച്ചക്കുട്ടീനെയും കളിപ്പിച്ച് വേറെന്തോ ചിന്തയിലൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം ഷെങ്ങിനെ കാണിക്കുമ്പോൾ ഇവൻ്റെ റൂമിൽ ഇരുന്ന് പഠിക്കുകയാണ്. ഏട്ടാൻ അവൻ്റെ ഫ്രണ്ട് കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോളിൽ സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെങ് പരീക്ഷ എഴുതിയ സമയത്ത് ഏറ്റവും പാടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവൻ്റെ ഫ്രണ്ട് ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലുള്ള സീനിയർ പിള്ളേരുടെ അടുത്തൊന്ന് ചോദിക്കാവോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് ഇപ്പോൾ സീനിയർ പിള്ളേരായില്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ അവരാണെങ്കിൽ അവർക്കത് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവരെക്കാൾ സീനിയറായിട്ടുള്ള നെക്സ്റ്റ് ഇയറിലെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചു. ഇപ്പോൾ അവർക്കും ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ആയിട്ട് എല്ലാ സീനിയേഴ്സും കൂടെ ജോയിൻ ചെയ്ത് ഇന്ന് രാത്രി ഇരുന്ന് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കണം ശ്രമം. അതൊക്കെ ഇൻ്റർനാഷണൽ ലെവൽ ക്വസ്റ്റ്യനാണ്, നിൻ്റെ സ്കൂളിലുള്ള പ്രാന്താണോ, എന്തായാലും നീ അടിപൊളിയാണ്, നീ ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി സകല ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയില്ലേ എന്ന് പറയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് അല്ല നീ എങ്ങനെയാണ് അത്ര ആൻസർ എഴുതിയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന ടൈമിന് ഷെങ് നേരത്തെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ഭാഗവും നന്നായിട്ട് വായിച്ച് അതേപോലെയുള്ള ക്വസ്റ്റ്യൻസും കുറേ നന്നായിട്ട് ചെയ്ത് അങ്ങനെ ആ രീതിയിലാണ് ഞാൻ പഠിച്ചത്. ഇത് മാത്രമാണ് എനിക്ക് പഠിക്കാൻ കിട്ടാതിരുന്നൊരു ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചു എന്ന് പറയാണ്. ആ സമയം എൻ്റെ ഫ്രണ്ട് നീ വലിയവൻ തന്നെയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷെങ്ങാണെങ്കിൽ എന്തൊക്കെയായാലും ശരി ടിയാനെ ഞാൻ എക്സാമിൽ തോൽപ്പിച്ചിരിക്കും, അവന് ജയിച്ചു പോകാനായിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ കൂട്ടുകാരൻ അതിന് ടിയാൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടുപേര് ജിയാങ് എന്നായതുകൊണ്ടാണോ, നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഷെങ്ങാന് മറുപടി കൊടുക്കാതെ വിശക്കുന്നു ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയും കോൾ കെട്ടിയിട്ട് അവൻ താഴേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ കിച്ചണിൽ വന്നപ്പം ടിയാൻ്റെ അമ്മയും അവൻ്റെ അച്ഛനൊന്നും അവിടെ ഇല്ല. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു പാത്രത്തിനകത്ത് വെജിറ്റബിൾസ് മുട്ടയൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മുടെ ടിയാന് കഴിക്കാനായിട്ട് വച്ചിട്ടിട്ടായിരുന്നു അവൻ്റെ അമ്മ. അതിൻ്റെ പുറത്തൊരു നോട്ട് കൊണ്ട് കഴിക്കുന്നതിന് മുമ്പ് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാൻ. ആ സമയത്ത് ടിയാനാണെന്നും കൂടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് തനിക്കൊന്നും ഇല്ലയെന്നവിടെ. അങ്ങനെ അത് മൈൻഡ് ചെയ്യാതെ
ഉടനെ തന്നെ ഷെങ് ചെന്ന് അവിടെ ഇരുന്ന സ്നാക്സും ഡ്രിങ്ക്സും എടുത്തുകൊണ്ട് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ടിയാന് താമസിക്കാനായിട്ട്, അതായത് ടിയാനും അവൻ്റെ അമ്മയും കൂടി ഇങ്ങോട്ട് മാറിയതുകൊണ്ട് തന്നെ ടിയാന് താമസിക്കാനായിട്ട് ഷെന്നിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെന്നാണെങ്കിൽ ആ റൂമിൻ്റെ അകത്തോട്ട് കയറാണ്. കാരണം ആ റൂമിൻ്റെ ഡോറ് വഴി ബാൽക്കണിയിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവനാണെങ്കിൽ ബാൽക്കണിയിൽ അവിടെ ചെന്നിരുന്നിട്ട് ഈ സ്നാക്സ് കഴിക്കുകയാണ്. അവൻ ആ സമയം അവൻ്റെ മനസ്സിൽ എനിക്ക് ടിയാനെ അങ്ങനെ തോൽപ്പിക്കണമെന്ന് അതിൻ്റെ ആഗ്രഹം, എനിക്ക് എൻ്റെ ആ ഒരു ജയിച്ചു എന്നുള്ള സ്ഥാനം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം കറക്റ്റ് ടിയാനാണെങ്കിൽ അവൻ്റെ ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണെന്നുണ്ട്. ടിയാനാണെങ്കിൽ വന്ന് നിന്നിട്ട് കയറണോ വേണ്ടേ അവന് താല്പര്യമില്ല. കാരണം നേരത്തെ കഴിഞ്ഞ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ, അതായത് ടിയാനായാലും ഷെങ്ങിനായാലും അവൻ്റെ പാരൻസ് വേറെ ആൾ കല്യാണം കഴിക്കുന്ന താല്പര്യമുള്ള കാര്യമായിരിക്കത്തില്ല. അങ്ങനെ ടിയാനാണെങ്കിൽ അവിടെ ലഗേജും കൊണ്ട് വരുന്ന എല്ലാം ബാൽക്കണി ഇരുന്നുകൊണ്ട് ഷെങ് കാണുന്നുണ്ട്. എന്നിട്ട് ടിയാനാണെങ്കിൽ അവന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ലഗേജ് കൊണ്ട് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം ഷെങ് മനസ്സിലായി അയ്യോ തിരിച്ചു പോവാണോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ടിയാങ് എന്ന് പറഞ്ഞൊരു വിളിക്കുകയാണ്. ഈ ഒരു സീനാണ് നമ്മൾ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ കാണേണ്ടത്. അതായത് ഇങ്ങനെ സ്റ്റാർട്ടിങ് സീനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെങ്ങും ടിയാനെയാണ് കാണിക്കുന്നതെന്ന്. അത് ഈ ഒരു സീനാണ്. അങ്ങനെ ഈ ഒരു സീൻ കാണിക്കുമ്പോൾ നമ്മുടെ ഷെങ്ങാണെങ്കിൽ വിളിച്ചു കേട്ടിട്ട് ടിയാൻ തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയമാണ് ഷെങ് അവൻ്റെ മനസ്സിൽ ഈ ലോകത്ത് ഇത്ര ആൾക്കാരുണ്ട്, നമ്മൾ ഇത്ര ആയിരിക്കും നമ്മുടെ ആയുസ്, നമ്മൾ ഇത്ര ആൾക്കാരെ കാണും, പിന്നെ രണ്ടുപേരും തമ്മിൽ കാണാനുള്ള പ്രോബബിലിറ്റി 0.4% ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷെങ്ങിൻ്റെ വോയിസ് ഓവർ സ്റ്റാർട്ടിങ് സീരിയൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വോയിസ് ഓവറും കേൾക്കുന്നത് ഈ ഒരു സീനിലാണ്. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട്. ടിയാനൊരു കോൾ വന്നിട്ട് അവൻ ആ കോൾ എടുത്തപ്പോൾ അവൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് അവൻ്റെ അടുത്ത് പുതിയ സ്ഥലത്തെ താമസം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടിയാനാണെങ്കിൽ ഞാൻ പുതിയ സ്ഥലത്ത് താമസിക്കാൻ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷെങ്ങിനെ നോക്കിക്കൊണ്ട് നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല, ഇനിയിപ്പോൾ കൂടുതൽ ബന്ധം കാണിക്കാനും വരണ്ടാന്ന് പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്തിട്ട് ടിയാനാണെങ്കിൽ അവിടെ തിരിച്ച് നടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം ഷെങ് വീണ്ടും അയ്യോ ഇവൻ വീണ്ടും പോവുകയാണ്, ഇവനിവിടെ നിൽക്കണ്ടേ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഗേറ്റ് തുറന്നിട്ട് നമ്മുടെ ടിയാൻ്റെ അമ്മയും പിന്നെ ഷെങ്ങിൻ്റെ അച്ഛനും കൂടെ വന്നിട്ട് ടിയാൻ്റെ അടുത്ത് നീ എന്താ വരാൻ ലേറ്റായി, ലഗേജൊക്കെ ഞങ്ങൾ പിടിക്കാൻ കയറുന്നു പറഞ്ഞ് അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞാലും കൊണ്ട് കയറ്റുന്നുണ്ട്. കാരണം പാരൻസിൻ്റെ 2 മക്കളെയും കൊണ്ട് ചേർക്കണമല്ലോ. അങ്ങനെ അവരാണെങ്കിൽ അവൻ ആ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുവാണ്. ആ സമയം തന്നെ ഷെങ് പെട്ടെന്ന് അവനിപ്പോൾ ഇരിക്കുന്നത് ടിയാൻ്റെ റൂമിൻ്റെ അവിടെയുള്ള ബാൽക്കണിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് അവൻ്റെ റൂമിലേക്ക് ചെല്ലാണ്. അവൻ്റെ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ടിയാന അവൻ്റെ അമ്മയും ഇവൻ്റെ അച്ഛനും കൂടെ ആയിട്ട് എല്ലാം റെഡിയാണ്, നോക്കിക്കുക അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ഇത് തൊട്ടടുത്തുള്ള ഷെങ്ങിൻ്റെ റൂമാണ്, പിന്നെ നിൻ്റെ റൂമിൽ ബാൽക്കണി ഉണ്ട് അതൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആകെ ടിയാൻ്റെ റൂം വഴി മാത്രമേ ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന സൗണ്ട് ഷെങ്ങിന് കേൾക്കാം. അങ്ങനെ ഷെങ് സ്നാക്സും വെച്ചാണ് അവൻ്റെ റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഡോറൊക്കെ അടച്ച്. ഇതേ സമയം ടിയാൻ്റെ അടുത്ത് അവൻ്റെ അമ്മയാണെങ്കിൽ നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ സംസാരിക്കും, ഇപ്പം നീ ഉറങ്ങുന്നെന്ന് പറഞ്ഞാൽ ഡോർ അടച്ചിട്ട് പോവാണ്. അതിനുശേഷം അവർ നേരെ ഷെങ്ങിൻ്റെ റൂമിൽ വന്നിട്ട് അവൻ്റെ അച്ഛൻ ഷെങ് നീ ഉറങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഷെങ്ങാണെങ്കിൽ അവൻ്റെ റൂമിൻ്റെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യാണ്. ആ ടൈം പുറത്തുനിന്ന് നമ്മുടെ ടിയാൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അവൻ ഉറങ്ങിയിട്ടുണ്ടാകും, 11 മണി ആയില്ല, അവനെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഷെങ്ങിന് കേൾക്കാം. അതിനുശേഷം നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛനും ടിയാൻ്റെ അമ്മയും കൂടെ ആയിട്ട് 2 പേരുടെ റൂമിൽ മാറി മാറി നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷെങ്ങാണെങ്കിൽ വീണ്ടും അവൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ സമയമാണ് അവൻ പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ചത്, അയ്യോ ടിയാനും ഇങ്ങോട്ടേക്ക് താമസം അറിയില്ലേ, അപ്പം ഞാനും അവനും ഇപ്പോൾ റൂംമേറ്റ്സ് ആയ ഒരു കണക്കായില്ലേ എന്നിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ടിയാനയാണ്. ടിയാനാണെങ്കിൽ അപ്പോൾ അവൻ്റെ മനസ്സിൽ പല പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിങ്ങനെ വോയിസ് ഓവറായിട്ട് കേൾപ്പിക്കുമ്പോൾ അവനവൻ്റെ മനസ്സിൽ ഇപ്രാവശ്യത്തെ സമ്മർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട്, അതായത് സൈലൻ്റായിട്ടുള്ളത് ഒന്നും ആയിരുന്നില്ല, പിന്നെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ചെടികളൊന്നും സൂര്യനെ മറച്ചേ ചെയ്തില്ല, അതിൻ്റെ ആ ഒരു വെളിച്ചമെല്ലാം ക്ലാസ്സിൽ നന്നായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് ഓവർ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻഡ് ആവുകയാണ്. പക്ഷേ അതിന് ശേഷമായിട്ട് ഒരു വെരി മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു സീൻ കാണിക്കുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെങ്ങാണെങ്കിൽ സ്കൂളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി വരാണ്. കയറി വന്നത് ഇവൻ ചെന്ന് വീണിട്ട് ഇവനിങ്ങനെ എഴുന്നേറ്റിട്ട് ആരെങ്കിലും കണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല, സമാധാനം. അവനങ്ങ് കയറി പോവാണ്. എന്നാൽ സൈഡിൽ നിന്ന് ടിയാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ടിയാനാണെങ്കിൽ കണ്ടിട്ട് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ട് എപ്പിസോഡോടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടിട്ട് എല്ലാവരും പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരാം. ബൈ.